DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് പുതിയ സർക്കാർ അധികാരത്തിലെത്തിയതോടെ ക്ഷേമ പെൻഷൻ പോലുള്ള ആനുകൂല്യങ്ങളുടെ വിതരണം എങ്ങനെയായിരിക്കുമെന്ന ആകാംക്ഷയിലാണ് 80 ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി സ്ത്രീ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾ. എന്തായാലും പുതിയ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ ചില അറിയിപ്പുകൾ വന്നിട്ടുണ്ട്. UDF സർക്കാരിൻ്റെ 5 ഇന്ദിര ഗ്യാരണ്ടികൾ ആദ്യ 6 മാസത്തിൽ തന്നെ ആരംഭിക്കുന്നതിനുള്ള നടപടികളാണ് തുടങ്ങിയിരിക്കുന്നത്. ഗ്യാരണ്ടികളിൽ 2 എണ്ണം മന്ത്രിസഭയുടെ ആദ്യ യോഗത്തിൽ തന്നെ തുടങ്ങുവാൻ തീരുമാനമായിരുന്നു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് സർക്കാർ പ്രത്യേക സമിതി രൂപീകരിച്ചിട്ടുണ്ട്. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി ഡോക്ടർ KM ചന്ദ്രശേഖരൻ സമിതിയുടെ ചെയർമാനും ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി KR ജ്യോതിലാൽ കൺവീനറുമാണ്. സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ നാരായണ, CDS ഡയറക്ടർ ഡോക്ടർ വീരമണി എന്നിവരാണ് സമിതി അംഗങ്ങൾ. അധികാരം ഏറ്റെടുത്തതിന് പിന്നാലെ UDF സർക്കാരിൻ്റെ ആദ്യ തീരുമാനങ്ങളിലൊന്നായിരുന്നു സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെപ്പറ്റിയുള്ള ധവളപത്രം പുറത്തിറക്കുമെന്നത്. ഈ ധവളപത്രത്തിലൂടെ പുറത്തുവരുന്ന സർക്കാരിൻ്റെ നിലവിലുള്ള ധനസ്ഥിതിയെ അടിസ്ഥാനമാക്കിയാകും ക്ഷേമ പെൻഷൻ തുക 3000 രൂപയാക്കുന്നതിൽ അന്തിമ തീരുമാനമെടുക്കുക. UDF സർക്കാരിൻ്റെ ഇന്ദിര ഗ്യാരണ്ടിയിൽ ഉൾപ്പെട്ടതാണ് പെൻഷൻ തുക 3000 രൂപ ആക്കുമെന്നുള്ളത്. ധനസ്ഥിതി മോശമാണെങ്കിൽ ഒറ്റയടിക്ക് പെൻഷൻ 3000 ആക്കാതെ 200 രൂപയോ 400 രൂപയോ പോലുള്ള ഒരു ആദ്യഘട്ട വർധനയായിരിക്കും ഉടനെ ഉണ്ടാവുക. സർക്കാരിന്റെ ധനസ്ഥിതി മെച്ചപ്പെടുന്നതനുസരിച്ച് ക്ഷേമ പെൻഷൻ തുക ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിച്ച് 3000 രൂപയിൽ എത്തിക്കുന്ന രീതിയിലായിരിക്കും എടുക്കുക. കഴിഞ്ഞ ദിവസം ആശാവർക്കർമാരുടെയും അങ്കണവാടി ജീവനക്കാരുടെയും കാര്യത്തിൽ പുതിയ സർക്കാർ ഇത്തരത്തിലുള്ള നടപടിയാണ് സ്വീകരിച്ചത്. ഉടനടി വർധനയില്ലെന്ന് ഉറപ്പായതോടെ മെയ് മാസത്തിലും നിലവിലുള്ള 2000 രൂപ തന്നെയായിരിക്കും ഗുണഭോക്താക്കൾക്ക് ഉടനെ എത്തിച്ചേരുക. കഴിഞ്ഞ സർക്കാർ മെയ് മാസം വരെയുള്ള ക്ഷേമ പെൻഷൻ വിതരണത്തിനായി ഇലക്ഷന് മുൻപേ തന്നെ ഉത്തരവിറക്കിയതിനാൽ ഈ മാസം പ്രത്യേകമായി ഇനിയൊരു ഉത്തരവിന്റെ ആവശ്യമില്ല. മെയ് 25-നും 31-നും ഇടയിലുള്ള ഏതെങ്കിലും ദിവസമായിരിക്കും ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുക. അതേസമയം ഏപ്രിൽ മാസത്തിൽ വിതരണം ചെയ്യാതിരുന്ന ഗഡുത്തുക കൂടി ചേർത്തായിരിക്കും ഈ മാസം സ്ത്രീ സുരക്ഷാ പെൻഷൻ തുക എത്തുക. അങ്ങനെയെങ്കിൽ ഏപ്രിൽ മെയ് മാസങ്ങളിലെ സംയുക്ത പെൻഷൻ തുകയായി 2000 രൂപ ഈ മാസം അവസാന ദിനങ്ങളിൽ എത്തിച്ചേരും. അതേസമയം സംസ്ഥാനത്ത് വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കുന്നതോടെ വയോജന ക്ഷേമ പദ്ധതികൾക്ക് കേന്ദ്രീകൃത സംവിധാനമുണ്ടാകും. സാമൂഹിക നീതി, ആരോഗ്യം, തദ്ദേശം, വനിതാ ശിശുവികസനം, വിദ്യാഭ്യാസം, ആഭ്യന്തരം തുടങ്ങിയ വകുപ്പുകളിലായി വിവിധ വയോജന ക്ഷേമ പദ്ധതികൾ ചിതറിക്കിടക്കുന്ന സ്ഥിതിയാണുള്ളത്. ഇവയെ ഏകോപിപ്പിക്കുകയാണ് പ്രാഥമിക ലക്ഷ്യം. വയോജനങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ, ആരോഗ്യ സംരക്ഷണം, സംരക്ഷണ കേന്ദ്രങ്ങൾ, കൗൺസിലിംഗ്, പുനരധിവാസം, നിയമസഹായം എന്നിവ കൂടുതൽ കാര്യക്ഷമമായി നടപ്പാക്കാനും കഴിയും. ജില്ലാതലത്തിൽ വയോജനങ്ങൾക്കായി ഓഫീസുകളും സജ്ജമാക്കും. വയോജനങ്ങൾക്കുള്ള സേവനങ്ങൾ വീടുകളിലെത്തിക്കുക, ആശുപത്രികളിൽ ജെറിയാട്രിക് വാർഡുകൾ ആരംഭിക്കുക, സാന്ത്വന പരിചരണ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, വയോജന പീഡനങ്ങൾ തടയുക, പാർക്കുകളിലും സർക്കാർ ഓഫീസുകളിലും വയോജനങ്ങൾക്കായി പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കുക, ഡിജിറ്റൽ സേവനങ്ങൾ ലളിതമാക്കുക തുടങ്ങിയവയും ലക്ഷ്യമിടുന്നുണ്ട്. വയോജന സൗഹൃദ നയവും രൂപീകരിക്കും. വയോജനങ്ങളുടെ ക്ഷേമത്തിനായി LDF സർക്കാർ വയോജന കമ്മീഷൻ രൂപീകരിച്ചിരുന്നു. നിലവിൽ ഹിമാചൽ പ്രദേശിൽ വയോജന ക്ഷേമ വകുപ്പുമുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.